തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. എംപിമാരായ ഡെറിക് ഒബ്രയാൻ, മഹുവ മൊയ്ത്ര, തൃണമൂൽ സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ എന്നിവരാണ് മലപ്പുറം പാണക്കാട് എത്തിയത്. ബിപിൻ സി വിജയൻ ചേരുന്നു പാണക്കാട് നിന്ന്. ബിപിൻ, എന്തായിരിക്കും അവരുടെ സന്ദർശന ലക്ഷ്യം? നമുക്കെന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞോ? SKN നാളെ നടക്കുന്ന ഈ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് വേണ്ടിയാണ് രണ്ട് എംപിമാരും ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഡെറിക് ഒബ്രയാനും ഒപ്പം തന്നെ മഹുവ മൊയ്ത്രയുമാണ് അല്പസമയം മുൻപ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ന് സാമുദായിക നേതാക്കളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് പ്രധാനമായും ഈ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ലക്ഷ്യമുള്ളത്. ഒപ്പം തന്നെ സംസ്ഥാന കോർഡിനേറ്ററായ PV അൻവറും ഇവരുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ പ്രതിനിധി സമ്മേളനത്തിന് മുൻപ് തന്നെ സാമുദായിക നേതാക്കളെ കാണുക, ഒപ്പം ദേശീയ നേതാക്കളെ ഇവിടെ എത്തിച്ച് പരമാവധി ഒരു സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അവർ മാർച്ചിനോട് കൂടിയാണ് അവരുടെ ഒരു മെമ്പർഷിപ്പ് അംഗത്വത്തിലേക്ക് കടക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരികയാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അതിലേക്ക് സംഘടനാപരമായി തന്നെ ശക്തി ആർജിക്കുക, തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ സജീവമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിന് മുന്നോടിയായാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ തന്നെ മലപ്പുറത്തേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിന് ആദ്യ പണിയായി ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇനിയിപ്പോൾ UDFന്റെ യോഗം ഈ ഫെബ്രുവരി 27 നടക്കാനിരിക്കുകയാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനത്തെ സംബന്ധിച്ച് അവർ കത്ത് നൽകിയിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം 27 നടക്കുന്ന UDFന്റെ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നോടിയായിട്ടാണ് UDFലെ പ്രബല ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെയുള്ളതായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായും ആ രാഷ്ട്രീയം തന്നെയായിരിക്കും ചർച്ചയാവുകയും ചെയ്യുക. അപ്പോൾ UDFന്റെ ഭാഗമാവുക തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിലടക്കം ഗുണമാകും എന്നുള്ളത് ദേശീയ നേതാക്കൾ തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ അറിയിക്കുകയും ചെയ്യും. PV അൻവറിനെ UDFലേക്ക് എടുക്കണം എന്നുള്ളതിനെ കുറച്ചുകൂടി അനുകൂല നിലപാടായിരുന്നു ഇതിനു മുൻപ് തന്നെ മുസ്ലിം ലീഗ് എടുത്തിരുന്നത്. പക്ഷേ അക്കാര്യങ്ങളെല്ലാം തന്നെ നീണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലാണ് പിന്നീട് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായി PV അൻവറിനെ അവരോധിക്കുന്നതും അദ്ദേഹം കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ UDFന്റെ ഭാഗമാവുകയാണെങ്കിൽ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ അത് ഏത് രീതിയിലായിരിക്കും, ഇത് അത് ഗുണകരമാവുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒരു ചർച്ചയായി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുമെന്നുള്ളതും തീർച്ചയാണ്. കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനം എന്നുള്ളത് ഇതിനു മുൻപ് തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം UDFന്റെ നേതാക്കളും വ്യക്തമാക്കുകയും ചെയ്തതാണ്. അപ്പോൾ 27 ഇക്കാര്യത്തിലുള്ള ആദ്യഘട്ട നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. ഇന്ന് ഈ പാണക്കാട് സന്ദർശനത്തിന് ശേഷം കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. അവിടെ താമരശ്ശേരി ബിഷപ്പുമായും ഒപ്പം തന്നെ കോഴിക്കോട് ബിഷപ്പുമായി അടക്കം ചർച്ച നടത്തിയതിന് ശേഷം നാളത്തെ പ്രതിനിധി സമ്മേളനം മഞ്ചേരിയിൽ വെച്ച് നടക്കും. ഇതിലായിരിക്കും കൂടുതൽ സെമിനാറുകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെ തന്നെ ഈ തൃണമൂലിൻ്റെ ദേശീയ നേതാക്കൾ സംസാരിക്കുക. ഓക്കെ, ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാനായിട്ട് മഹുവ മൊയ്ത്ര, ഡെറിക് ഒബ്രയാൻ എന്നീ തൃണമൂൽ MPമാർ എത്തിയിരിക്കുന്നു. PV അൻവറാണ് അവർക്കൊപ്പം ഉള്ളത്.